ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ഫസ്റ്റ് തന്നെ രാഹുലിന് വിസ്താരത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ കൂട്ടിൽ കയറ്റിയിരിക്കുകയാണ്. രാഹുലിനോട് ഓരോരോ ചോദ്യങ്ങളും വക്കീൽ ചോദിക്കുകയാണ്. അപ്പോൾ അതേസമയം രാഹുൽ പറയാണ്, എൻ്റെ കാറ് കണ്ടാൽ എൻ്റെ പെങ്ങളുടെ ഭർത്താവായ സേനനും അതേപോലെ തന്നെ മകനും ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ കാറ് കാണാതെ പെങ്ങളെ കാണാൻ വേണ്ടി കയറിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാറ് കുറച്ച് ദൂരെ ഇട്ടിട്ട് നടന്നിട്ടാണ് പോയത്. തൻ്റെ കാറ് കണ്ടാലല്ലേ ദേഷ്യം വരൂ, തന്നെ കണ്ടാൽ കുഴപ്പമില്ല അല്ലേ? പിന്നെ വക്കീൽ ഓരോരോ കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വക്കീൽ വീണ്ടും ചോദിക്കുകയാണ്, ആ സമയത്ത് വീട്ടിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ രാഹുൽ എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ വക്കീൽ സൈഡായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് ആക്ഷനായി കാണിച്ചു കൊടുക്കുകയാണ്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രാഹുൽ പറയാണ്, ആ ഉണ്ടായിരുന്നു, അവിടെ എൻ്റെ പെങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് പെങ്ങളും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ഭർത്താവും അനന്തരവനും കൂടെ വന്നത്. അത് കേട്ട് കല്യാണിയും അതേപോലെ തന്നെ രൂപയും ചിരിക്കുകയാണ് പരസ്പരം നോക്കിയിട്ട്. അപ്പോൾ വക്കീൽ വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ പിന്നാമ്പുറത്തെ വാതിൽ ആരാണ് പൂട്ട് പൊളിച്ചത്? രാഹുൽ പെട്ടെന്ന് പറയാണ്, അതെനിക്ക് അറിയില്ല സാർ. എന്നാൽ എനിക്കറിയാം, കോടതിക്കും. പിന്നെ വക്കീൽ വന്നിട്ട് ജഡ്ജിയോട് പറയാണ്, യുവർ ഓണർ, ഇയാൾ പിന്നാമ്പുറത്തെ കതകിൽ വന്നിട്ട് അതായത് പൂട്ട് വെടിവെച്ച് പൊട്ടിക്കുന്നതും വാതിൽ പൊളിച്ച് അകത്ത് കയറുന്നതിൻ്റെയും ഉള്ള പെൻഡ്രൈവ് ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അത്യാവശ്യ വീടുകളിലൊക്കെ CCTV കാണും. അവിടെ ഇല്ലെങ്കിൽ അയലത്തെ വീട്ടിലെങ്കിലും ഉണ്ടാവും. താൻ ഇപ്പോൾ ആ ബോധമൊന്നും ഇല്ലാതെയാണോ കോടതിയിൽ കള്ളങ്ങൾ വിളിച്ചു പറയുന്നത്? യുവർ ഓണർ, ഇയാളുടെ ചരിത്രം കോടതി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം പെങ്ങളെയും അവരുടെ ഭർത്താവിനെയും അതേപോലെ തന്നെ മക്കളെയും മരുമക്കളെയും തേജോവധം ചെയ്യുന്ന അവരെയൊക്കെ തെറ്റുകാരാണെന്ന് കോടതിയുടെ മുന്നിൽ പറയുകയും ചെയ്ത സ്ഥിതിക്ക് അത്യാവശ്യമാണ്. അതിലേക്കായി ഇനി ഇയാളുടെ പെങ്ങളെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, പ്രൊസീഡ്, ജഡ്ജി പറയാം. പിന്നെ രൂപയെ വിളിക്കുകയാണ്. രൂപ ഭവനത്തിൽ ചന്ദ്രസേനൻ ഭാര്യ രൂപ അവരുടെ ഭാഗത്ത് ന്യായങ്ങൾ മാത്രം ഉള്ള സ്ഥിതിക്ക് നേരെ പെട്ടെന്ന് തന്നെ പോയി കൂട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ രൂപയോട് വക്കീൽ ചോദിക്കുകയാണ്, രാഹുൽ എന്ന ഏട്ടനെപ്പറ്റി രൂപയുടെ അഭിപ്രായം എന്താണ്? അയാൾ പറയുന്നത് അയാളുടെ പെങ്ങളും കുടുംബവും വിശ്വാസവഞ്ചന കാണിച്ചു എന്നാണ്. അപ്പോൾ രൂപ പറയാണ്, അത് പറയേണ്ടത് ഞാനാണ്, എനിക്കാണ് അതിനുള്ള യോഗ്യതയും ഉള്ളത്. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഏട്ടനെ സ്നേഹിച്ചിരുന്നോ? ഒരുപാട്. എന്നേക്കാൾ എനിക്ക് വിശ്വാസമായിരുന്നു എൻ്റെ ഏട്ടനെ. അതേപോലെ തന്നെ ഏട്ടത്തിയെയും അവരുടെ മകളെയും. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നിങ്ങൾ തുടങ്ങിയിരുന്നില്ലേ? യഥാർത്ഥത്തിൽ അത് ആരാണ് തുടങ്ങിയത്? അതിൻ്റെ ആശയവും തുടക്കവും എല്ലാം എൻ്റെ ചന്ദ്രേട്ടനിൽ നിന്നാണ് ഉണ്ടായത്. അതിന് പിന്നെ ഞാനും എൻ്റെ ആങ്ങളെയും പൂർണ്ണ പിന്തുണ കൊടുക്കുകയായിരുന്നു. ആ സമയത്ത് ആങ്ങളയ്ക്ക് ഒരു മകളും നിങ്ങൾക്ക് 2 മക്കളുമാണ് ഉണ്ടായിരുന്നത് അല്ലേ? അതെ. അപ്പോൾ വക്കീൽ, ആദ്യം ആ കമ്പനിയുടെ പേര് സരയു കൺസ്ട്രക്ഷൻ എന്നായിരുന്നു അല്ലേ? രൂപ പറയാണ്, അതെ. അപ്പോൾ വക്കീൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു സംരംഭമാണ് അത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിന് സരയു കൺസ്ട്രക്ഷൻ എന്ന് പേരിട്ടത്? ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്ക് സ്നേഹമായിരുന്നു എനിക്ക് എൻ്റെ ആങ്ങളയോട്. അതുപോലെ തന്നെ എൻ്റെ അനന്തരവളോടും എനിക്ക് അതേ സ്നേഹം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മക്കളുടെ പേരിടാതെ ഞാൻ കമ്പനിക്ക് അനന്തരവളുടെ പേരിട്ടത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായി വേർപിരിഞ്ഞു. അങ്ങനെ വേർപിരിഞ്ഞപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിച്ചത് ഇയാളാണെന്നാണ് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. 10-25 കൊല്ലം നിങ്ങളുടെ കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് അല്ലേ? അതിനുശേഷം നാട് വിട്ടു പോയ നിങ്ങളുടെ ഭർത്താവ് മടങ്ങി വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആങ്ങളെയും ചേട്ടത്തിയെയും മകളെയും നിഷ്കരണം പുറന്തള്ളി എന്നാണ് രാഹുൽ പറയുന്നത്. അത് കേട്ട് രൂപ പറയാണ്, പുറന്തള്ളി എന്നുള്ള കാര്യം ശരിയാണ്, എന്നാൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ട്. ആൾക്കാരെ തമ്മിൽ അകറ്റാൻ ഇയാൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അതിലൂടെയാണ് എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും വേർപെടുത്തിയത്. എൻ്റെ കുട്ടികളുടെ അച്ഛന് അന്യസ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. ഇയാൾ പിന്നെ അതിനു വേണ്ടുന്ന തെളിവ് നിരത്തി. അന്നത്തെ സമയത്ത് എനിക്കത് വിശ്വസിക്കേണ്ടി വന്നു. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചെന്ന് തോന്നിയ സമയത്ത് ഞാൻ പിന്നെ എൻ്റെ ആങ്ങളയോടൊപ്പം നിന്നു. എൻ്റെ കുട്ടികളുടെ അച്ഛനെ ഞാൻ തള്ളിക്കളഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയായ ശേഷം അവരുടെ അച്ഛനെ വെറുക്കാൻ പഠിപ്പിച്ചു. അന്നൊക്കെ എൻ്റെ മക്കൾക്ക് അങ്കിളും അച്ഛനുമൊക്കെ എൻ്റെ ഏട്ടൻ തന്നെയായിരുന്നു.
ഞാനും അതുപോലെ തന്നെ ഏട്ടൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ വക്കീൽ പറയാണ്, അന്ന് അയാൾ കമ്പനിയെ സേവിച്ചത് കൊണ്ടല്ലേ കമ്പനി വളർന്നത്. അങ്ങനെ സേവിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു സാർ. എൻ്റെ മകനും അനന്തരവളും വളർന്നു കഴിഞ്ഞാൽ ഒന്നിപ്പിക്കണം എന്നായിരുന്നു തീരുമാനം. ഏട്ടനും ഏട്ടത്തിക്കും ഒറ്റ മോളാ, അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം പുറത്തു പോവില്ലെന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു എൻ്റെ ഏട്ടൻ എന്നെ ഭർത്താവിൽ നിന്നും അകറ്റിയത്. എന്നിട്ട് ആ ഏട്ടൻ കമ്പനിയെ സേവിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കമ്പനി വിട്ട് പോകുന്നതിന് മുമ്പ് കഴിവും പ്രാപ്തിയും ഉള്ള ഒരുപാട് പേരെ ജോലിക്ക് വെച്ചിരുന്നു. സൂപ്പർവൈസർമാരായിട്ടും എൻജിനീയർമാരായിട്ടും ഒക്കെ അവർ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു കാരണമായി. എന്നാലും 10-25 കൊല്ലം കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരാളെ ഭർത്താവ് വന്നപ്പോൾ അയാളെ ചവിട്ടിപ്പുറത്താക്കി എന്ന് പറയുന്നത് നീതിക്ക് നിരക്കുന്ന കാര്യമാണോ? അതിൻ്റെ കാരണം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആരും പറയില്ല. പിന്നെ വക്കീൽ ചോദിക്കുകയാണ്, അല്ല എന്താണ് അതിൻ്റെ കാരണം? ശരികൾ കേൾക്കാനാണ് കോടതി കൂടിയിരിക്കുന്നത്. അതുതന്നെയാണ് കോടതിക്ക് ആവശ്യവും. ഞാനും എൻ്റെ ഭർത്താവും വേർപിരിയാനും അതിനുശേഷം എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നയാളെ കുടുംബത്തിൽ നിന്നും പുറത്താക്കാനും കാരണമായത് താരയാണ്. അത് കേട്ടതും എല്ലാവരും ഞെട്ടുകയാണ്, അതായത് സരയുവും രാഹുലും ഒക്കെ. പിന്നെ രൂപ, ഇയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ് താര. യുവർ ഓണർ, സാക്ഷി പറയുന്ന താരയെന്ന് പറയുന്ന നിസ്സഹായ സ്ത്രീ ഇവിടെയുണ്ട്. ഒരു സംസാരശേഷിയില്ലാത്ത പാവമാണ്. ഈ കേസിന് കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി എനിക്ക് താരയെന്ന് പറയുന്ന ആ സ്ത്രീയുമായി ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, പ്രൊസീഡ്. ഇനി നിങ്ങൾക്ക് പോകാം. രൂപ അവിടെ നിന്ന് പോയി. വക്കീൽ പറയാണ്, സാർ, ഈ താരയെന്ന സ്ത്രീക്ക് സംസാരശേഷിയില്ല. കുറച്ചുനാൾ മുമ്പ് വരെ അതേ രീതിയിൽ സംസാരിക്കാതിരിക്കുകയും ഇപ്പോൾ സംസാരശേഷി കിട്ടുകയും ചെയ്ത കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി താരയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഓക്കെ, പ്രൊസീഡ്. പിന്നെ കോടതി വിളിക്കാണ്, വേലായുധൻ മകൾ താര. പിന്നീട് താരയും കല്യാണിയും കൂട്ടിൽ കയറി. അപ്പോഴാണ് ജഡ്ജി ചോദിക്കുന്നത് കല്യാണിയോട്, ചിത്രരചനയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഉണ്ട് സർ. കഴിഞ്ഞ ഓണത്തിന് ഡൽഹിയിൽ എന്തോ പ്രൈസ് കിട്ടിയതിന് പത്രത്തിൻ്റെ സപ്ലിമെൻറ്റിൽ വാർത്ത കണ്ടിരുന്നു. അതുകൊണ്ട് മുഖപരിചയമുണ്ട്. കല്യാണിയോട് ജഡ്ജി പറയാണ്. കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ്, താങ്ക് യു സർ. പിന്നെ വക്കീൽ, 3ാം ക്ലാസ് വരെ മാത്രം പഠിച്ച കല്യാണി ഇന്നൊരു കമ്പനിയുടെ MD-യാ. ദേശീയ അന്തർദേശീയ സ്ഥലങ്ങളിലൊക്കെ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കൂട്ടത്തിലാണ്. പിന്നെ ഭാഗ്യഹീനയായ ഈ അമ്മ ആംഗ്യഭാഷയിൽ പറയുന്നത് കോടതിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് താരയെ സാക്ഷിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ കല്യാണി താരയ്ക്ക് പറയാനുള്ളത് പറയണം. താരെ, ഭർത്താവിൻ്റെ തെറ്റായ ബന്ധം പെങ്ങളുടെ മുമ്പിൽ ആങ്ങള തുറന്നിട്ടപ്പോൾ നിങ്ങൾ സ്വന്തം ഭർത്താവിനെ തള്ളിപ്പറഞ്ഞു. രൂപയുടെയും ചന്ദ്രസേനൻ്റെയും ജീവിതം, സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? സരയു കൺസ്ട്രക്ഷനിലെ ഒരു ജീവനക്കാരിയായിരുന്നു താരേൻ്റി. കല്യാണി പറയാണ്, അന്ന് താരേൻ്റിയെ പലതും പറഞ്ഞ് പാട്ടിലാക്കിയത് ഇപ്പോൾ ഇവിടെ ആങ്ങള എന്ന് പറയുന്നയാളാ. ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇയാൾ പിന്നെ താരേൻ്റിയും രാഹുലുമായിട്ടുള്ള ബന്ധം പരിധിവിട്ടു. അവസാനം താരേൻ്റി ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ വാർത്ത താരേൻ്റി അയാളോട് പറഞ്ഞപ്പോൾ അയാളുടെ റൂട്ട് മാറി. താരാൻ്റിയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ പിതൃത്വം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ തലയിൽ കെട്ടിവെച്ചു. അത് സത്യമാണെന്ന് ഉള്ളതിൻ്റെ തെളിവുകൾ നിരത്തി എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കണ്ണിൽ കാട്ടിക്കൊടുത്തു. സ്വന്തം ഭാഗത്തെ ന്യായം ഭാര്യയുടെ മുമ്പിൽ തെളിയിക്കാനാവാതെ നിസ്സഹായനായിപ്പോയി ആ അച്ഛൻ. അങ്ങനെയാണ് ആങ്ങളയെ വിശ്വസിച്ച പെങ്ങൾ എൻ്റെ അമ്മായിയച്ഛനായ ചന്ദ്രസേനനെ പടിയിറക്കി വിട്ടത്. പിന്നെ പെട്ടെന്ന് രാഹുലിൻ്റെ വക്കീൽ എണീറ്റു. എന്നിട്ട് പറയാണ്, ഒരിക്കലും അല്ല യുവർ ഓണർ, ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ പുതിയ തിരക്കഥയാ ഇപ്പോൾ ഈ കുട്ടി പറയുന്നത്. സംസാരിക്കാൻ കഴിയാത്ത താരയെന്ന സാക്ഷിയെ നിശബ്ദയാക്കിക്കൊണ്ട് ഭാവനയിൽ നന്നായി കഥ പറയാൻ കഴിവുള്ള ഈ കുട്ടി ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചത്. അപ്പോൾ ജഡ്ജി താരയോട് ചോദിക്കുകയാണ്, ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണോ? താര തലകുലുക്കിയിട്ട് പറയാണ്, അതേന്ന്. സത്യമാണെന്നാണല്ലോ വക്കീലെ താര പറയുന്നത്. അതൊക്കെ പറയിക്കുന്നതാണ് സാർ. അങ്ങനെ പറയിപ്പിക്കുന്നതാണെങ്കിൽ താരേൻ്റിക്ക് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ഇപ്പോഴും ഇവിടെ ജീവനോടെ തന്നെയുണ്ട്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ വാദം അവിടെ അവസാനിക്കുമല്ലോ. കല്യാണി രാഹുലിൻ്റെ അഡ്വക്കേറ്റിനോട് പറയാണ്, വക്കീലേ, താരയുടെ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ്
ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇനി DNA ടെസ്റ്റിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോറൻസിക് ലാബിൻ്റെ സഹായത്തോടെ ഇനിയും കണ്ടെത്താവുന്നതേയുള്ളൂ. കോടതി അതും പരിശോധിക്കുന്നുണ്ട്. ചന്ദ്രസേനൻ എന്ന വ്യക്തിയുമായിട്ട് താരയ്ക്ക് എന്തെങ്കിലും വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നോ? യുവർ ഓണർ, താരയെ ഒരു അനുജത്തിയായി മാത്രമേ ചന്ദ്രസേനൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ചന്ദ്രസേനനും താരയും തമ്മിൽ തെറ്റായ ബന്ധം ഉണ്ടെന്ന് ഈ നിൽക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളായ രൂപയെ ധരിപ്പിച്ചു. ഭർത്താവിനെ തന്നേക്കാൾ വിശ്വസിച്ച ഒരു സ്ത്രീയായിരുന്നു രൂപ. അവിടെ സ്വന്തം ഭർത്താവിനൊരു വീഴ്ചയുണ്ടായപ്പോൾ, അയാൾ തന്നെ വഞ്ചിച്ചു എന്ന് ഉറപ്പായപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെ തള്ളിക്കളയേണ്ടി വന്നു. കല്യാണി പറയാണ്, പിന്നീട് ആ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യത്തിൻ്റെ പിന്തുണയുള്ളതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ അച്ഛൻ അമേരിക്കയിൽ അഭയം തേടി. അവിടെ സ്വന്തമായി ബിസിനസ് നടത്തി അതിൽ വിജയിച്ചു. അതിനുശേഷം 10-25 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയത്. അങ്ങനെ നാട്ടിലെത്തിയതിനു ശേഷം ചന്ദ്രസേനൻ 2 മക്കളെയും കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതുവരെ അച്ഛനെ ശത്രുക്കളായി കണ്ടിരുന്ന മക്കൾക്ക് അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി. അവിടെയും രൂപ ഇയാൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അവസാനം അവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഇയാളിലെ കൊലയാളി തിരിച്ചു വന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയതോടെ രൂപ ആങ്ങളയെയും ആങ്ങളയുടെ ഭാര്യയെയും മകളെയും വീട്ടിൽ നിന്നും പുറത്താക്കി. സരയു കൺസെഷൻ എന്ന പേരും മാറ്റി. സ്വത്തുക്കളെല്ലാം മക്കൾക്കും മരുമക്കൾക്കും കൈമാറി. അതോടെ എല്ലാം നഷ്ടപ്പെട്ട ഇയാൾ സ്വന്തം മകളും സത്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് സഹോദരിയുടെ വീട്ടിൽ ഒളിച്ചിരുന്നത്. ആയുധവുമായി പെങ്ങളുടെ മുറിയിൽ ഒളിച്ചിരുന്ന ഇയാൾ ചന്ദ്രസേനന് നേരെ നിറയൊഴിക്കാൻ പോയപ്പോഴാണ് സത്യങ്ങൾ നേരത്തെ മണത്തറിഞ്ഞ ചന്ദ്രസേനൻ്റെയും രൂപയുടെയും മകൻ ആ ദൗത്യത്തിൽ നിന്ന് ഇയാളെ തള്ളിമാറ്റിയത്. അങ്ങനെയാണ് ഭിത്തിയിൽ തലയടിച്ച് ഇയാൾക്ക് മുറിവുണ്ടായത്. ഇയാൾ രൂപയുടെ വീടിൻ്റെ പിൻവാതിൽ തകർത്ത് അകത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെ ശരിവെക്കുന്നുണ്ട്. പെങ്ങളെ കാണാനാണ് ആങ്ങള പോയതെങ്കിൽ പിന്നെ ആ പിൻവാതിൽ തകർക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് എപ്പോഴാണ് ആ വീട്ടിൽ ചന്ദ്രസേനനും രൂപയും എത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിലൂടെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ക്രിമിനൽ പശ്ചാത്തലത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ച ബുദ്ധിയുള്ള ഒരു കുറുക്കനാണ് ഇയാൾ. ഈ നിൽക്കുന്ന താരയെ, സംസാരിക്കാൻ ശേഷിയില്ലാത്ത താരയെ പറഞ്ഞു പറ്റിച്ച് അമ്മയാക്കിയ ശേഷം ആ കുഞ്ഞിനെ രായ്ക്ക് രാമാനം ആരുമറിയാതെ മരണപ്പെട്ട തൻ്റെ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ച് സ്വന്തം ഭാര്യയെയും മകളെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച തലതിരിഞ്ഞ ബുദ്ധിയുള്ള ഒരാളാണ് ഇയാൾ. എന്നിട്ട് താരയുടെ മകളെ കൊണ്ട് സ്വന്തം ഭാര്യയെ അമ്മയെ എന്ന് വിളിപ്പിച്ചയാളാണ് ഈ നിൽക്കുന്ന രാഹുൽ. പിന്നെ കല്യാണി പറയാണ്, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ആ അമ്മയ്ക്കും മകൾക്കും ഇത് അറിയില്ലായിരുന്നു. ആ അമ്മ വിശ്വസിച്ചത് സരയു എന്ന മകൾ അവരുടെ സ്വന്തം മകളാണ് എന്നാണ്. അതുപോലെ തന്നെ സരയു സ്വന്തം അമ്മയായി ഇപ്പോഴും കാണുന്നത് ഇയാളുടെ ഭാര്യയെ തന്നെയാണ്. ഈ നിൽക്കുന്ന താരാൻറ്റിക്ക് സ്വന്തം മകളുടെ അടുത്തേക്ക് പോകാൻ ആ മകൾ പോലും സമ്മതിക്കുന്നില്ല. പിന്നെ അഡ്വക്കേറ്റ് അവരോട് പറയാണ്, കല്യാണിയോടും താരയോടും നിങ്ങൾക്ക് പോകാം. രണ്ടുപേരും പ്രതിക്കൂട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. വക്കീൽ പറയാണ്, കോടതിയെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മകളെ കൂടി എനിക്കൊന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. യെസ്, പ്രൊസീഡ്. രൂപാ സദനത്തിൽ മനോഹറിൻ്റെ ഭാര്യ സരയു മനോഹർ. സരയു ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എങ്കിലും സരയു എണീറ്റ് കൂട്ടിലേക്ക് പോയി. സരയുവിനോട് വക്കീൽ ചോദിക്കുകയാണ്, ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നല്ലോ അല്ലേ? അതിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എൻ്റെ അച്ഛനെ എല്ലാവരും പ്രതിയാക്കാൻ പോവുക. കുട്ടിയുടെ അച്ഛനപ്പോൾ പ്രതിയല്ലേ? എൻ്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു സരയു കൺസ്ട്രക്ഷൻ കമ്പനി. അവിടുന്ന് എൻ്റെ അച്ഛനെ നിഷ്കരണം തള്ളിക്കളയായിരുന്നു. അപ്പോൾ ഈ താര എന്ന് പറയുന്ന സ്ത്രീയും കുട്ടിയുടെ അച്ഛനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണോ പറയുന്നത്? അത് കേട്ട് സരയു രാഹുലിനെ നോക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പറയാണ്, അല്ല, കുട്ടിയുടെ അച്ഛൻ ഇതിൽ ഒരു ബന്ധവും ഇല്ലെന്നാണോ പറയുന്നത്? സ്വന്തം അമ്മ പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടും ചെവി അറിയാതെയാണ് ആ കുഞ്ഞിനെ എടുത്തു മാറ്റിയിട്ട് ആരയുടെ മകളായി ജനിച്ച സരയുവിനെ ഇപ്പോൾ സരയു അമ്മ എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ അടുത്തു കൊണ്ടുപോയി കിടത്തിയത്. അവർ പോലും അറിയാതെ അങ്ങനെയുള്ളൊരു അച്ഛനാണ് ഈ നിൽക്കുന്ന അച്ഛൻ എന്നറിഞ്ഞിട്ടും കുട്ടിക്ക് ഇയാളോട് ഒരു ദേഷ്യവും ഇല്ല.
പെട്ടെന്ന് സരയു പറയാണ്, എൻ്റെ അച്ഛൻ ഇത്രയും നാളും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അച്ഛനോട് വെറുപ്പില്ല. അഡ്വക്കേറ്റ് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ പ്രസവിച്ച അമ്മയോടോ? അത് കേട്ട് സരയു ഞെട്ടിത്തരിച്ച് നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സി യു ഓൾ.